ഈ ഒരു 2023 വർഷത്തിൽ ഈ നമ്മളുടെ ഒരു കൊച്ചു ഇൻഡസ്ട്രി, അതായത് 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള കേരളത്തിൻ്റെ മലയാള ഭാഷയിൽ ഇറങ്ങിയത് 200-ലധികം സിനിമകളാണ്. ചെറുതും വലുതും ഒക്കെ ആയിട്ട് 200-ലധികം സിനിമകൾ ഈ ഒരു 2023 ഇറങ്ങിയത്. ഇതിൽ എത്ര സിനിമകൾ ഇതിൽ ലാഭം നേടിയിട്ടുണ്ട്, വിരലിൽ എണ്ണാവുന്നത് എന്ന് മാത്രമേ ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നുള്ളൂ. പിന്നെ സാറ്റലൈറ്റ് റൈറ്റ്, പിന്നെ OTT റൈറ്റ്സ്, അതുകൊണ്ടൊക്കെ കൂടി ചിലപ്പോൾ ഒരുപക്ഷെ നഷ്ടമില്ലാതെ രക്ഷപ്പെട്ടു പോയ കുറേ സിനിമകളുണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് നോക്കിയാൽ എന്തുമാത്രം സിനിമകളായിരിക്കും, എത്ര ഡസൻ കണക്കിന് പടങ്ങളായിരിക്കില്ലേ 8 നിലയിൽ പൊട്ടി ആ പ്രൊഡ്യൂസർമാർ നശിച്ച് പണ്ടാരടങ്ങിയിട്ടുണ്ടാവുക. എന്തിനാണ് ഇതിനും മാത്രം സിനിമകൾ ഇറക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, സിനിമ ബിസിനസ് എന്ന് പറഞ്ഞാൽ ലാഭമാണ്. സിനിമ വിജയത്തിലേക്ക് നീങ്ങിയാൽ അതൊരു ഏത് ലെവലിലേക്കുള്ള വിജയം വരെ അത് നേടാൻ പറ്റും. ചിലപ്പോൾ ഒരു 3-4 കോടിക്ക് എടുക്കുന്ന സിനിമ ഒരുപക്ഷെ അത് 100 കോടിയോ 150 കോടി 200 കോടിയൊക്കെ നേടാൻ പറ്റുമെന്നുള്ള ആ ഒരു ലൂക്രേറ്റീവ് ബിസിനസ് മൈൻഡിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരുപാട് പ്രൊഡ്യൂസർമാർ ഈ സിനിമ എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ മറിഞ്ഞു വീഴുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇതിലേക്ക് വീഴ്ത്തുന്നത്. ഇതിൽ സിനിമാക്കാർ, പ്രത്യേകിച്ച് പ്രൊഡ്യൂസർമാർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് മാത്രം സിനിമ ഇറക്കേണ്ട ഒരാവശ്യം നമ്മളുടെ ഇൻഡസ്ട്രിയിലില്ല. ഇറക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ താല്പര്യം കേട്ടോ. അത് ഒരിക്കലും നിങ്ങളുടെ ഒരു താല്പര്യത്തെ എതിർത്ത് പറയുന്നതല്ല. പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുന്നതാണ്. ഇത്രയും സിനിമ കാണാനുള്ള പ്രേക്ഷകർ നമ്മളുടെ മലയാളത്തിലില്ല. അത് ഒന്നാമത്തെ കാര്യം. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്രാമമുണ്ട്, അവിടെ ഒരു 100 പേര് ഉണ്ട് എന്ന് വിചാരിക്കുക. അവിടെ ഒരു 3-4 പലചരക്ക് കടകളും ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ ഈ 100 പേർക്ക് ഈ 4 പലചരക്ക് കട അത് ഓക്കെയാണ്. ഈ 4 പേർക്കും ലാഭം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 പേർക്ക് ലാഭം ലഭിക്കുന്നത് കണ്ട് അഞ്ചാമനും ചിന്തിക്കും, ഇവർക്കൊരു ലാഭം കിട്ടണ്ടല്ലോ, അപ്പം ഞാനും കട തുടങ്ങിയാൽ എനിക്ക് ലാഭം കിട്ടില്ലേ എന്നുള്ള കാര്യം എല്ലാവരും ചിന്തിക്കും. അഞ്ചാമതൊരാൾ, ബിസിനസ് മൈൻഡുള്ള ആൾ ചിന്തിക്കും. അപ്പോൾ അഞ്ചാമനും കട തുടങ്ങും. അപ്പോൾ അവനും കുറച്ച് ലാഭം കിട്ടും. പക്ഷേ ഈ ബാക്കി 4 പേർക്ക് കിട്ടുന്ന ലാഭം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ 5 പേർക്ക് ലാഭം കിട്ടിയതും ഈ അഞ്ചാമന് വന്നത് ലാഭം കിട്ടിയതും കണ്ട് അടുത്ത ഒരു 10 പേര് കൂടി ഈ കട തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ നിലവിലുള്ള 5 പേരും ചിലപ്പോൾ പൂട്ടി പോകേണ്ട വരും. ചിലപ്പോൾ ഈ മൊത്തം 15 പേരിലേക്ക്, ഈ ഒരു മൊത്തം അവിടുത്തെ 100 പേരുടെ ആവശ്യകത ഈ 15 പേരിലേക്ക് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ലാഭവിഹിതം എന്ന് പോലും പറയാനുണ്ടാവില്ല. അത് നഷ്ടത്തിലേക്കും പോകുന്നുണ്ടാവും. അപ്പോൾ ആ നഷ്ടം സഹിച്ച് പിടിച്ചു നിൽക്കുന്നവർ ചിലപ്പോൾ അവസാനം വരെ ഉണ്ടാവും. അല്ലാത്തവർ നഷ്ടം സഹിക്കാതെ ബാക്കിയുള്ള, ചിലപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ 5 പേരായിരിക്കും ആദ്യം തന്നെ ഔട്ടായി പോവുക. പിന്നീട് വന്നവരൊക്കെ അല്പം ഫിനാൻഷ്യലി സ്റ്റേബിളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ നിന്ന് പോകും. അതിലും ഈ 100 പേർക്ക് ആവശ്യമുള്ള ആ കണക്കിനുള്ള റിക്വയർഡ് ഇപ്പോൾ ഒരു 4-5 കടകളിലേക്ക് വീണ്ടും ഇത് ചുരുങ്ങും. അതിനപ്പുറത്തേക്ക് കടകൾ വന്നാൽ അവരൊക്കെ നഷ്ടം നേരിടേണ്ടി വരും. അതേപോലെ തന്നെയാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. പ്രേക്ഷകർക്ക് ഒക്കെ ഒരു നല്ല സിനിമ ഉണ്ട് എന്ന് കേട്ടാൽ കാണാനുള്ളൊരു താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് ഓരോ ആഴ്ച, ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്മസ് റിലീസിന് തൊട്ട് മുമ്പുള്ള 2 ആഴ്ച 8-10 സിനിമകൾ വെച്ചാണ് മലയാളത്തിൽ റിലീസായത്. അതിൽ 3-4-5 ദിവസമെങ്കിലും ഓടിയ സിനിമകൾ അതിൽ വളരെ നിസ്സാരമായിരിക്കും. ചിലതിൻ്റെ ഒന്നും പേര് പോലും നമ്മൾ കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ആ കോവിഡ് സമയത്ത് OTT റിലീസുകൾ മുന്നിൽ കണ്ടുകൊണ്ട് തട്ടിക്കൂട്ട് പടങ്ങൾ പോലെ കുറേ എണ്ണം എടുത്തു വെച്ചായിരുന്നു. ആ ഒരു സമയത്തൊക്കെ OTT സിനിമ വേഴ്സസ് സിനിമ തിയേറ്റേഴ്സ് വേഴ്സസ് ഭയങ്കര അടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവസാനം OTTക്കാർ പോലും പറഞ്ഞു, നിങ്ങൾ തിയേറ്ററിൽ ഓടിപ്പിക്കുക, എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അതോടുകൂടി OTTക്ക് വേണ്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കി വെച്ച പടങ്ങളൊക്കെ അടപടലം മൂഞ്ചി. തിയേറ്ററുകാർ പോലും എടുക്കാത്ത അവസ്ഥ. OTT എടുക്കണമെങ്കിൽ തിയേറ്ററുകാർ എടുക്കണില്ല. പിന്നെ എങ്ങനെയൊക്കെ തിയേറ്ററുകാരെ കൺവിൻസ് ചെയ്താണ് ഒരുപാട് പടങ്ങൾ ഇങ്ങനെ കുത്തൊഴുക്ക് പോലെ ഇപ്പോൾ മലയാള സിനിമയിൽ കഴിഞ്ഞ ഒരു വർഷം 200-ലധികം സിനിമകൾ. അതിന് മുമ്പൊക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ആവറേജ് കണക്ക് 140, 150, 160 ആ റേഞ്ചിലൊക്കെയാണ് നമ്മളുടെ മലയാള സിനിമയിൽ ഒരു വർഷം ഇറങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ 200, 210, 220 അതിന് മുകളിലേക്ക് എന്നൊക്കെ പറയുന്നത് റെക്കോർഡാണ്. പിന്നെ എല്ലാ സിനിമകളും ഒരു 3 ആഴ്ച 4 ആഴ്ച കഴിയുമ്പോൾ OTTയിൽ വരുന്നുണ്ട്. പടം ഫ്ലോപ്പാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞുകൂടി OTTയിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരനെന്ന നിലയിൽ തിയേറ്ററുകാർ പൈസ അടിക്കടി കൂട്ടുന്നുണ്ട്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ വണ്ടി ചിലവ്, പിന്നെ അവിടുത്തെ സ്നാക്സ്, ടീക്കൊക്കെ ഉള്ള കൊള്ള പൈസ, പ്രത്യേകിച്ച് അത് മൾട്ടിപ്ലക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ആലോചിക്കുമ്പോൾ പ്രേക്ഷകർ ചിന്തിക്കുന്നത്, ഓക്കെ നല്ല പടമാണെങ്കിൽ എന്താ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ് എനിക്ക് വീട്ടിലിരുന്ന് ഫ്രീ ആയിട്ട് കണ്ടുകൂടെ എന്നുള്ളൊരു ചിന്ത വരുന്നത് കൊണ്ടും കൂടിയാണ് ഇപ്പോൾ ഈ വ്യവസായത്തിന് ഇത്രയും വലിയ നഷ്ടം സംഭവിക്കുന്നത്. അത് മാറ്റാൻ പറ്റില്ല. അതൊരു കാലത്തിൻ്റെ മാറ്റമാണ്, ടെക്നോളജിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് വരുന്ന മാറ്റങ്ങളാണ്. പിന്നെ തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് കരയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സിനിമ വന്നപ്പോഴാണ് ഒരുപാട് നാടകങ്ങളും നാടകക്കാരും പൊളിഞ്ഞ് പാളീസായതും ആ ആർട്ടിസ്റ്റുകളൊക്കെ
ജീവിക്കാൻ പോലും വകയില്ലാതെ ആക്കിയത് ഈ സിനിമാക്കാർ കൂടിയാണ്. അപ്പോൾ സിനിമ വലിയ സംഭവമായിട്ട് കയറി വന്നപ്പോൾ നാടകത്തിന് അടി കിട്ടി എന്ന പോലെ തന്നെയാണ് ഇപ്പോൾ OTT എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം വന്നപ്പോൾ തിയേറ്ററുകാർക്ക് അടി കിട്ടുന്നത്. അപ്പോൾ അതൊരു കാലത്തിൻ്റെ മാറ്റമാണ്. ആ കാലത്തിൻ്റെ ടെക്നോളജിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാലേ കാര്യമുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇതിലേക്ക് മൂക്കൂത്തി വീഴാതിരിക്കുക. നല്ല നല്ല ക്വാളിറ്റി സിനിമകൾ ഇറക്കിയാൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയം. ഇപ്പോൾ മോഹൻലാലിൻ്റെ പ്രദർശന വിജയം നേടിക്കൊണ്ടിരിക്കുന്ന നേര് എന്ന സിനിമ, അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ എലോൺ, മോൺസ്റ്റർ അല്ലെങ്കിൽ ആറാട്ട് എന്നീ പടങ്ങളൊക്കെ 8 നിലയിൽ പൊട്ടിയതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്നിട്ടും നമ്മൾ നേരിന് പോയി കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം ആ ഒരു മനുഷ്യൻ്റെ കാലിബർ വേറൊരു ലെവലാണ്. അതിനി അദ്ദേഹം എവിടെയെങ്കിലും ഇപ്പോൾ മമ്മൂക്ക, മോഹൻലാൽ എന്നൊക്കെ പറയുന്നത് വേറെ ആരെങ്കിലും എവിടെയെങ്കിലും പ്രൂവ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവും അവർക്കില്ല. അവരെന്താണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവരുടെ പടം ഫ്ലോപ്പാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ പോയി കാണില്ല. അതുകൊണ്ടാണ് ആ പടം 8 നിലയിൽ പൊട്ടുന്നത്. അപ്പോൾ അവരുടെ നല്ല പടം ഇറങ്ങി തീർച്ചയായിട്ടും ആളുകൾ പോയി കാണും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നേര്. ആ നേരിൽ പോലും വലിയ സസ്പെൻസോ കാര്യങ്ങളോ വലിയ ഗംഭീര സംഭവങ്ങളോ ഒന്നുമില്ല. ഒരു ചെറിയ സിനിമയാണ്. പക്ഷേ നമുക്കൊരു നല്ലൊരു ഫീല് ആ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുടുംബ പ്രേക്ഷകരായാലും കണ്ണീരണിഞ്ഞ് ആ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വരുന്നത്. ആ സന്തോഷം കൊണ്ടാണ്. അപ്പോൾ നല്ല സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ പോയി കാണും. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഹിറ്റ് പടം സുരേഷ് ഗോപിക്ക് ലഭിക്കുന്നത്. ഗരുഡൻ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമ ആളുകൾ അത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയമോ അദ്ദേഹത്തിൻ്റെ മതമോ എന്നൊക്കെ പറഞ്ഞാൽ ആരും അതിനെ വേർതിരിച്ച് നിർത്തിയില്ല. എല്ലാവരും പടം നല്ലതാണെന്ന് കേട്ടോ, അത് പോയി കണ്ടു. ആ സിനിമ വിജയിച്ചു. തിയേറ്ററിൽ വിജയം നേടിയ സിനിമയാണ്. ഇപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് നാളായിട്ട് ഹിറ്റില്ലാത്ത ഒരു നടനാണ് ജയറാം. ജയറാമിൻ്റെയും ഓസ്ലർ എന്ന് പറയുന്ന സിനിമ മിഥുൻ മാനുവൽ തോമസിൻ്റെ രചനയിലെത്തുന്ന സിനിമ വരാനിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെയും ഒരു കംബാക്ക് പ്രേക്ഷകർ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ സിനിമ നല്ലതാണ്, ക്വാളിറ്റി ഐറ്റം വിൽക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് എവിടെ വെച്ചാലും ആളുകൾ വാങ്ങിക്കൊണ്ട്. പക്ഷേ കയ്യിലിരിക്കുന്നത് ക്വാളിറ്റി ഇല്ലാത്ത ഒരു സാധനമാണ്, ഒരു ഗുണമില്ലാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ എത്ര പബ്ലിസിറ്റി കൊടുത്താലും എത്ര പൈസ അതിൻ്റെ മുകളിൽ ചിലവാക്കിയാലും ശരി, അതൊന്നും തിരിച്ചു കിട്ടാൻ പോണില്ല എന്നുള്ളൊരു വലിയൊരു കാര്യം നിങ്ങൾക്ക് സിനിമാക്കാർക്ക് അറിയുന്നതായിരിക്കും. പക്ഷേ പറയണമെന്ന് തോന്നിയ കാരണം ഒന്ന് പറഞ്ഞു പോയതാണ്. ഇനി 2024 വരാനിരിക്കുന്ന സിനിമകൾ എല്ലാം ഗംഭീര വിജയമാകട്ടെ. എന്നാലാണ് എന്നെപ്പോലുള്ള സിനിമാ പ്രാന്തന്മാർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന കുറച്ചെങ്കിലും ഐറ്റം നമുക്ക് കിട്ടുള്ളൂ, 2024 കളറാവുള്ളൂ എന്നുള്ള ഒരു ആശയമുണ്ട്, അല്ലെങ്കിൽ ഒരു ആഗ്രഹമുണ്ട്. എന്ന് നല്ല സിനിമകൾ ഇറങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടെ നമ്മൾ ഈ വീഡിയോ നിർത്തുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെയും അറിയിക്കും. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് ഉടനടി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വിശേഷവുമായി നമുക്കിനി അടുത്ത വീഡിയോകൾ കാണാം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ താർക്കാമല്ലേ. ബൈ.